ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും മീനാണല്ലോ ഇങ്ങനെ കാണുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. മീൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. കുറച്ച് ഐസ് വിടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലായിരുന്നു, അപ്പം അതിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. പിന്നെ എൻ്റെ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പണി കഴിക്കുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് പണികൾ വീട്ടിൽ ബാക്കിയുണ്ട് എടുക്കാൻ. അപ്പോൾ ലീവാണ് ദിവസം നമുക്ക് അങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ പണികളും പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പണികളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഓരോ പണികളൊക്കെ കഴിക്കുകയാണ്. ബീഫ് വെക്കണത് പിന്നെ ഇപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാം ബീഫ് വെക്കണതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പ്രത്യേകിച്ച് പറയണ്ട. ഇപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ അല്ലേ വെക്കുക. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു രീതിയിലാണ് ഞാൻ വെക്കണത്. അപ്പോൾ ബീഫും മീനൊക്കെ ഒരുമിച്ച് വെക്കുകയാണെന്ന് വെച്ചാൽ മീൻ ഞാൻ മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നാളെ സ്കൂളുണ്ടാവുമല്ലോ, അപ്പോൾ അത് വിചാരിച്ചിട്ട് മീനൊക്കെ മുറിച്ച് വെക്കാൻ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. ചെറിയ മീനായതുകൊണ്ട് തന്നെ മുറിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. ഈ വീഡിയോ ആണുങ്ങളാണ് കാണേണ്ടത്, പെണ്ണുങ്ങൾ മാത്രമല്ല. ആണുങ്ങൾക്കാണ് അറിയേണ്ടത് ഓരോ വീട്ടിൽ ഓരോ പെണ്ണുങ്ങൾക്ക് എത്ര പണിയുണ്ടെന്ന്. ഒരു നേരം പോലും ഒഴിവില്ലാതെ നമ്മൾ പണിയെടുത്താലും പറയും എന്താ ഇവിടെ പണിയെന്ന്. അപ്പം ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്രമാതിരി പണികളുണ്ട് ഒരു വീട്ടിൽ നിന്ന്. ഇതിൽ മാത്രം എല്ലാ പണികളൊന്നും ഇപ്പോൾ നമ്മൾ കാണിക്കണില്ലല്ലോ. ഇനി എത്രയോ പണികൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാതെ തന്നെ എത്രമാതിരി പണികൾ വീട്ടിലെടുക്കുന്നുണ്ട്. അപ്പം എല്ലാ ആണുങ്ങളും ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇത് പലവക മീനുകളാണ് കേട്ടോ. അതിൽ ചെമ്മീനുണ്ട്, അതേപോലെ കത്തിച്ചൂടാന്ന് ഞങ്ങളവിടെ പറയില്ല, അതിന് നെത്തോലിയോ അങ്ങനെ എന്തോ പേരുണ്ട്. അപ്പോൾ ആ മീനും ഉണ്ട് കേട്ടോ അതിൽ. അങ്ങനെ കുറച്ച് പിന്നെ പുഴയെന്ന് പിടിച്ചു കൊണ്ടുവന്ന മീനും ഉണ്ട്. അപ്പോൾ മീനിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു മണിക്കൂറിലേറെ ഞാൻ ഈ മീൻ മുറിക്കാൻ എടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞു മീനായതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ ഓരോന്ന് വലിയത് ചെറുതുകളൊക്കെ സെപ്പറേറ്റ് ആക്കി വെക്കാനുണ്ട്. പിന്നെ അതൊക്കെ മാറ്റി വെച്ചാലുള്ള കറി വെക്കണ സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റണമെങ്കിൽ നമ്മളിതൊക്കെ സെപ്പറേറ്റ് ആക്കി തിരിച്ച് വെക്കണം, എന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതൊന്ന് വെള്ളത്തിലിട്ടച്ച് അങ്ങനെ ഒരുപാട് ടൈം അങ്ങനെ പിടിക്കും. ഇത് സെപ്പറേറ്റ് ആക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ പിന്നെ അടുപ്പത്ത് വെച്ച് ചട്ടിയിലൊക്കെ വെക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അത് പറഞ്ഞാലൊന്നും ഇപ്പോൾ ആരും അംഗീകരിക്കില്ല, പക്ഷേ ടേസ്റ്റ് അതൊക്കെ തന്നെയാണ്. അപ്പോൾ അസിയാക്കാക്ക് കുറച്ച് പണി ഇവിടെ ഞങ്ങളെ മുമ്പിലുണ്ട് കേട്ടോ. കുറച്ച് പണി എടുക്കുന്ന തിരക്കിലാണ്. നല്ല കാടൊക്കെ ആയി കിടന്നപ്പോൾ അതിൻ്റെ ഒരു പണിയിലാണ്. അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ വേഗം കഴിഞ്ഞ് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. അതാണ് എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ കേട്ടോ. നല്ലോണം ചണ്ടികളും എല്ലാം ഉണ്ട്. പ്ലാവിൻ്റെ ഇലയും തേക്കിൻ്റെ ഇലയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ചണ്ടിയുണ്ട്. ഇത് കുറച്ചൊന്ന് ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ അടുത്ത പരിപാടി, മുറ്റടിക്കുക. ഇനി മുറ്റടിക്കാനാണ് ഇനി ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇതും കൂടി കഴിഞ്ഞിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ തുടക്കലും കൂടി കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എല്ലാ പണികളും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണല്ലോ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉള്ളിലെ പണിയെടുക്കണം പുറത്തിലെ പണിയെടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കഴിയൂലല്ലോ. അപ്പോൾ ഉള്ളിലത്തെ പണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുളിക്കാൻ പോകാനൊക്കെ നല്ല സുഖമാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം ഉള്ളിലുള്ള പണികളൊക്കെ തീർത്താട്ടാ. ഇത് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഇളകിക്കൊണ്ട് നിൽക്കണത് എൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ ഫോണുള്ളത്. ഞാൻ ഫോൺ എടുക്കലും വീഡിയോ എടുക്കലും കൂടിയാണ്. ഇപ്പോൾ സ്റ്റാൻഡിൽ വെച്ചതാണെന്നുള്ളൂ. നേരത്തെ തുടക്കുന്ന സമയത്തൊക്കെ വീഡിയോ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ തുടക്കണ ജോലി കൂടി കഴിഞ്ഞപ്പോഴാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത്, മുറ്റടിക്കാൻ ഇറങ്ങിയത്. നേരത്തെ ഞാൻ മുറ്റം കാണിച്ചു തന്നത് മുറ്റത്തുള്ള ചണ്ടി കണ്ടപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. ഫസ്റ്റത്തെ ആ വീഡിയോയിൽ ഇപ്പോഴാണ് അടിച്ചു വരാൻ ഇറങ്ങിയിട്ടുള്ളത്.
അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങൾ കുറേ ഇതുപോലെ ആക്കി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കവുങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. 10 കവുങ്ങുണ്ടായിന്, അപ്പോൾ അതൊക്കെ വെക്കാം. ഇപ്പം ഞാൻ പിടിച്ച മരല്ലേ, അത് ഞങ്ങൾ വളാഞ്ചേരി ഫ്ലോറ ഫാൻറ്റസിയെ പോയപ്പം കൊണ്ടുവന്നതാണ്. അതിൻ്റെ അടക്ക കൊണ്ടുവന്നതാണ്. അത് കുഴിച്ചിട്ടപ്പം വലിയ മരമായിട്ട് പിന്നെ കവുങ്ങായിട്ടുണ്ടായതാണത്. ആ മരം നല്ല രസമാണല്ലോ, ഭംഗിയാണല്ലോ കാണാൻ. നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ആ കവുങ്ങ്, അതുപോലത്തെ കവുങ്ങാണ്. അപ്പം അതൊന്ന് കുഴിച്ചിട്ട് നോക്കിയാൽ വെറുതെ ജസ്റ്റ് ഒന്ന് ഉണ്ടാവുമോ നോക്കിയതാണ്. അപ്പോൾ അതുണ്ടായി. അപ്പോൾ 3 മരം ഉണ്ടായതിൻ്റെ പുതിയ കവുങ്ങ് വെച്ചതിന് ചാണകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പം ബീഫല്ലേ എന്നും പറഞ്ഞ് നമ്മൾ പൊറാട്ട കഴിക്കാറുണ്ട്. പൊറാട്ട ആയിട്ട് വന്നാൽ ബീഫും പൊറാട്ടയും ഭയങ്കര കോമ്പിനേഷനാണല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.